രചന ഗംഗോത്രി. ഭാഗം 70. വൈഗ അതെല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയാണ്. അവൾ ദേഷ്യത്തോടെ കാർത്തമ്മയെ നോക്കി. അവർ വീണ്ടും അവളെ അടിക്കാനായി കൈ ഉയർത്തി. ഗായത്രി അപ്പോഴും കാർത്തമ്മയെ നോക്കുകയായിരുന്നു. എന്നിട്ട് അടിക്കാനായി ഉയർത്തി അവളുടെ കൈകളിൽ ഗായത്രി കയറി പിടിച്ചു. അമ്മേ, ജാവേദ് വിളിച്ചു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനു പകരം നിങ്ങൾ തല്ലുണ്ടാക്കുകയാണോ? ഇതിവൻ്റെ ഭാര്യയായിരിക്കും, അവരിവളുടെ അമ്മയും. അമ്മ എന്തിനാ വെറുതെ? ജാവേദ് പറഞ്ഞു. കാർത്തമ്മ ദേഷ്യത്തോടെ അവനെ നോക്കി. അമ്മേ, ഇതെൻ്റെ ഭാര്യയാ. അവളുടെ അമ്മ എൻ്റെയും അമ്മയാ. എൻ്റെ പെറ്റമ്മ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഇവരാ ആ സ്നേഹം തന്ന് എന്നെ ഇതുവരെ ആക്കിയത്. അതിനുള്ള കൂലിയാണോ അമ്മ ഇവർക്ക് കൊടുത്തത്? ജിബ്രാൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവർ ഒന്നും മിണ്ടാതെ കട്ടിലിൻ്റെ അരികിൽ ചെന്നിരുന്നു. അമ്മയും മകനും കൂടി ചെയ്തു കൂട്ടിയത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാമോ? ജയ്പൂരിൽ ചെയ്തതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എത്ര പെൺകുട്ടികളെയാണ് നിങ്ങൾ പീഡിപ്പിച്ചത്? ഇനി അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോലീസ് നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. കഞ്ചാവും കള്ളുകച്ചവടവും അവയവക്കടത്തും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. കൊച്ചു പെൺകുട്ടികളെ നിങ്ങളൊരു മുറിയിൽ പൂട്ടിയിട്ടില്ലായിരുന്നോ? ആർക്കോ വിൽക്കാൻ വേണ്ടി. അവരെയൊക്കെ ആ മാർത്താണ്ഡൻ രക്ഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം അവൻ അടിച്ചു തകർത്തു. ഇപ്പോൾ വെറും തരിശു ഭൂമിയാ. നിങ്ങളെ സഹായിക്കാൻ ഒരു കുഞ്ഞു പോലും അവിടെ ഇല്ല. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ചാകുന്നതാ തള്ളേ. അല്ലെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങളെ കൊണ്ടുപോകാൻ വക്കീൽ വരും. ഇത് കേട്ടപ്പോൾ അമ്മയും മകനും ഞെട്ടി. മാർത്താണ്ഡനപ്പോൾ എല്ലാം അറിഞ്ഞോ? ആ മാർത്താണ്ഡൻ്റെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതാ. ഞാൻ പറഞ്ഞതുവാ. പക്ഷെ നമ്മുടെ പദ്ധതികളെല്ലാം പാളിയല്ലോ മോനെ. അവനെ കുരുക്കി നമുക്ക് മാപ്പുസാക്ഷിയാകാമായിരുന്നു, കാർത്തമ്മ പറഞ്ഞു. ആ സമയം വൈഗ തൻ്റെ ചുരിദാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പേപ്പർ വലിച്ച് പുറത്തേക്കെടുത്തു. കാർത്തമ്മ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾക്ക് ഈ മകന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. പക്ഷെ ഒരുപാട് കാശ് ചിലവാകും. അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഉള്ളതൊക്കെ വിൽക്കുകയോ പണയപ്പെടുത്തുകയോ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ഒപ്പ് വേണം, വൈഗ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് ആ പേപ്പർ അവരുടെ നേരെ നീട്ടി, കൂടെ ഒരു പേനയും. എന്താ, നിങ്ങളുടെ കയ്യിൽ കാശില്ലേ? നിങ്ങൾ അവിടെയുള്ള വലിയ ബിസിനസ്സുകാരല്ലേ? നിങ്ങളുടെ ബിസിനസ് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഖദീജയുടെ കൂടെ ചേർന്ന് അവിടെ തെരുവിൽ വരുന്ന കോടീശ്വരന്മാർക്ക് മയക്കുമരുന്ന് കലർത്തി നൽകി നീയും നിന്റെ മകളും എത്ര പേരെ ബ്ലാക്ക്മെയിൽ ചെയ്തു? കോടികൾ വാങ്ങിയില്ലേ? ബാംഗ്ലൂർ വെച്ച് ഒരു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ തീവ്രവാദ സംഘടനയുടെ ബോംബാക്രമണം നടന്നപ്പോൾ അതിൽ ചാവേറായ കലാമണിയെ സഹായിച്ചത് നീയല്ലേ? അല്ലേ ഗായത്രി? ഞാനൊന്നും അറിയില്ല എന്നാണോ നീ വിചാരിച്ചത്? ഇവൻ്റെ ഓരോ കാര്യവും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. നിന്റെ തള്ള എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ എണ്ണി എണ്ണി പറയട്ടെ. സരയു ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗത്തിൽ ഏകദേശം 100 കുട്ടികളിൽ ഒരു വൈറസ് കുത്തിവെച്ച് അത് മറ്റുള്ള പിള്ളേരിലേക്കും പടർന്ന് ആശുപത്രിക്ക് വേണ്ടി കൊള്ള ലാഭമുണ്ടാക്കി സരയു ആശുപത്രിയിലെ MD ശശാങ്കനെ സഹായിച്ചത് ആരാണ് വൈഗ? കാർത്തമ്മ വാശിയോടെ ചോദിച്ചു. ഗായത്രിയും വൈഗയും ഞെട്ടലോടെ അവരെ നോക്കി. ആ സമയത്ത് അവർ പറയുന്നതെല്ലാം ലൈവായി ന്യൂസ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത് അവർ മാത്രം അറിഞ്ഞില്ല. ജനങ്ങളുടെ മുമ്പിൽ അവർ തന്നെ വെളിപ്പെടുത്തിയ സത്യങ്ങൾ. ഇതിലും വലിയ തെളിവ് എന്താണ്? കാർത്തിയും ഗംഗയും പരസ്പരം നോക്കി ചിരിച്ചു. ഇതിൻ്റെ പിന്നിലെ മാസ്റ്റർ പെയിൻ നിങ്ങളല്ലേ? ഗംഗ ചിരിയോടെ കാർത്തിയോട് ചോദിച്ചു. എന്താ, വേണ്ടായിരുന്നോ? അവർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജനങ്ങൾ ആകാംക്ഷയോടെ TV-യിലേക്ക് ഉറ്റുനോക്കി. പല രാഷ്ട്രീയ തലവന്മാരും ജാവേദുമായുള്ള ബന്ധം ഉണ്ടായിരുന്നതിനാൽ മന്ത്രിസഭയിൽ പോലും വിള്ളൽ വീഴ്ത്താൻ പര്യാപ്തമായ ആ തുറന്നു പറച്ചിലിൽ ആകപ്പാടെ പരിഭ്രാന്തരായി. SP ഓഫീസിലെയും പോലീസ് സ്റ്റേഷനുകളെയും ഫോണുകൾ നിരന്തരം നിർത്താതെ ശബ്ദിച്ചു. കാർത്തിയുടെ ഫോണിലേക്കും കോളുകൾ വരുന്നുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഉത്തരവുകൾ കൂടുതൽ ആരുടെയെങ്കിലും പേര് പറയുന്നതിന് മുമ്പ് അവരെ ഷൂട്ട് ചെയ്യുക എന്നതായിരുന്നു. പക്ഷെ അവർ കൂടുതൽ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. കാർത്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഗംഗ, മിക്കവാറും എൻ്റെ ജോലി പോകും. നിനക്കതിൽ വിഷമമുണ്ടോ? ചില സത്യങ്ങൾ ചിലർക്ക് പൊള്ളലുണ്ടാക്കുന്നതാ. അതുകൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഈ ജോലിയിൽ തുടരണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല. ഇങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കുന്നതിൽ നല്ലത് വിദേശത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള നമ്മുടെ ബിസിനസ് നോക്കി സുഖമായി ജീവിക്കാം.
ജോലി പോകുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ എല്ലാ മേഖലയിലും നല്ലവരും ചീത്തവരുമുണ്ട്. ചിലർ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തിയുടെ ഫലമായി എല്ലാവരും തലതാഴ്ത്തി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്മയുടെ വഴിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ, ഗംഗ പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു. വിഷ്ണുവും രാഘവനും വില്ലയിലേക്ക് പോയിരുന്നു. വിഷ്ണുവിൻ്റെ കല്യാണത്തിന് ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ചെയ്യാനായി സമയം കുറച്ചേ ഉള്ളൂ. അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം തീർക്കണം, ഗംഗ കാർത്തിയോട് ചേർന്ന് നടന്നുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എത്ര ദിവസമായി ഇതുപോലെ നമ്മൾ ഒന്നിച്ച്. അവനൊരു കുസൃതി ചിരിയോടെ അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി. തുടരും.